കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. റീൽസ് രാഷ്ട്രീയമാണ് ഒരു വിഭാഗം നടത്തുന്നത്. ആയിരക്കണക്കിന് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി നേതാക്കന്മാരെ ആക്രമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെയും KC വേണുഗോപാലിനെയും ചെന്നിത്തലയെയും തന്നെയും ആക്രമിച്ചു. ആക്രമണം മറ്റു പാർട്ടികളിൽ നിന്നല്ല, കോൺഗ്രസിൽ നിന്നും തന്നെയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. പ്രതികരണത്തിലേക്ക്. നമ്മുടെ പാർട്ടിക്കകത്ത് റീൽസ് രാഷ്ട്രീയക്കാർ കുറേ പേരുണ്ട്. പിന്നെ നമ്മുടെ പാർട്ടിയിൽ പണം ചെലവാക്കി ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ഫേക്ക് അക്കൗണ്ടുകാർ AICC സെക്രട്ടറിയായി KC വേണുവിനെ ആക്രമിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ തറ തൊടാതെ ആക്രമിച്ചിട്ടുണ്ട്. രമേശിനെ ആക്രമിച്ചിട്ടുണ്ട്. മുരളീധരനെ ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ ഏതെല്ലാം തരത്തിൽ അവമാനിക്കുകയോ അവഹേളിക്കുകയോ അപകീർത്തിയോ ചെയ്തിട്ടുണ്ട്. എന്നെ മാർക്സിസ്റ്റുകാരല്ല ആക്രമിക്കുന്നത്, എന്നെ BJPക്കാരല്ല ആക്രമിക്കുന്നത്. ഈ ഫേക്ക് അക്കൗണ്ടുള്ള കോൺഗ്രസിൻ്റെ ആളുകളാണ് ആക്രമിക്കുന്നത്. ഇത്തരം കീടങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മുഖ്യമന്ത്രി ആരാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് പാർട്ടിയിലേക്ക് നാളെ വിപരീത ഫലം ഉണ്ടാക്കും. ഇത്തരം കീടങ്ങളെ നമ്മൾ നശിപ്പിക്കുക തന്നെ വേണം. ഹൈക്കമാൻഡ് ചില സിസ്റ്റമുണ്ട്. നാളെ ഇന്ന് രാത്രിയോ ഹൈക്കമാൻഡ് നിരീക്ഷകന്മാരെ നിയോഗിക്കും. അവർ നാട്ടിൽ വരും. 63 MLA വിളിക്കും. പേഴ്സണലായി അവരോട് സംസാരിക്കും. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് MP-മാർക്ക് അവസാനത്തൊരു സേയേ ഉള്ളൂ. രതീഷ് വാസുവിനോട് നമുക്കിപ്പം തത്സമയം. രതീഷ്, ഗുഡ് മോർണിംഗ്. പാർട്ടി ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ പ്രതികരണം ഏറെ നിർണായകമാണ്. ഗുഡ് മോർണിംഗ് സേതു. എന്തായാലും ഇതിനു മുമ്പും ഇത്തരത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് ഇത്തരം നിലപാടുകൾ പറയുന്ന ഒരാളായി തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ കാണുന്നത്. ഇതിനു മുമ്പും നിർണായകമായ ഘട്ടങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കലഹങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചില പ്രസ്താവനകൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ചില പെയ്ഡ് നേതാക്കളെ പറ്റി അദ്ദേഹം വിമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പും അത്തരം പ്രസ്താവനകൾ വന്നിരുന്നു. ഇത്തരം ആളുകളാണ് കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിക്കുന്നത് എന്ന തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ വലിയ വിജയത്തിലുള്ള കോൺഗ്രസിലേക്ക് പുതിയ ആളുകൾ അധികാരത്തിന് വേണ്ടിയും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയും എത്തപ്പെടും. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നേതൃത്വം അല്ലെങ്കിൽ ഭാവിയിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാവി ഇല്ലാതാകുമെന്ന് വ്യക്തമായ സൂചന നൽകുന്നു. ചില റീൽസ് രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ റീൽസ് രാഷ്ട്രീയമായി വരുന്ന ചില യുവ നേതാക്കളെ തന്നെ ചൂണ്ടിയാണ് അദ്ദേഹം ഈ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആളെ കൂട്ടി ആളാകുന്നത് ശരിയല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ചില നേതാക്കളെ ചൂണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്. എന്തായാലും കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആരാകണമെന്ന ചർച്ചയ്ക്കിടയിൽ തന്നെ ഇത്തരം ചില വാദങ്ങൾ കൂടി ഇത്തരം ചില ചർച്ചകൾ കൂടി ഉയർത്തുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്യുന്നത്. കാരണം വലിയ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇല്ലാതാകും. അത് തിരിച്ചറിയണം. കോൺഗ്രസിനെ ചിലർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ചില പെയ്ഡ് സീറ്റുകൾ വലിയ പണക്കാരായ ചില ആളുകൾ വളരെ ബോധപൂർവം ഇത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഇതിന് ചില ആളുകളുടെ പിന്തുണയുണ്ട്. ഈ പിന്തുണ തിരിച്ചറിഞ്ഞ് പാർട്ടിയെ നേർവഴിക്ക് നയിച്ചില്ലെങ്കിൽ പാർട്ടി വലിയ അപകടത്തിലേക്ക് പോകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ പുതിയ ചർച്ചയ്ക്ക് കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ അവസരത്തിൽ ഗൗരവതരമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇപ്പോഴത്തെ പ്രതികരണം. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അവിടെ ഈ ഒരു പാർട്ടി അവര് 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് ഭരണത്തിലേക്ക് വന്നിരിക്കുക, അതും ഗംഭീര ഭൂരിപക്ഷത്തോടു കൂടി 102 സീറ്റ് കേരളം കൊടുത്തു. ഇനി നിങ്ങൾ അടുത്ത 5 വർഷം കേരളത്തെ ഭരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ ഏൽപ്പിച്ചതാണ്. അതിനുശേഷം ആ പാർട്ടി തന്നെ ഇനി അടുത്ത 5 വർഷം ആര് ഭരിക്കണമെന്ന ചർച്ചകൾ നടത്തുമ്പോൾ അവരുടെ പാർട്ടിയിലുള്ള തന്നെ ഒരു വിഭാഗം ഈ രീതിയിൽ ഓരോ നേതാക്കളെ ഞങ്ങൾക്ക് അവിടെ ഈ നേതാവ് വേണം, ഇവിടെ ഈ നേതാവ് വേണം, ഈ നേതാവിനെ നയിക്കട്ടെ, മറ്റേ നേതാവ് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സുകൾ ഉയർത്തുകയും ചിലർ ഫ്ലെക്സിൽ കരിയോലുകൾ ഒഴിക്കുകയും ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അത് വേറെ പാർട്ടിക്കാരല്ല, അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടാവുകയാണ്. ഇതൊന്നും നമ്മളെപ്പോഴും പറയും കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും അതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുന്നതാണോ അല്ലയോ എന്നുള്ളത് ആ
പാർട്ടി തന്നെ തീരുമാനിക്കേണ്ടതാണ്. അവരുടെ ഒന്നും അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ ഒരു വിഭാഗം, ഇനി അറിവുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല, ഒരു വിഭാഗം ഈ രീതിയിൽ ഓരോ നേതാക്കളുടെയും ഫ്ലെക്സ് വയ്ക്കുന്നു, ഞങ്ങളുടെ നേതാവ് ഇതാണ്, ഞങ്ങളുടെ നേതാവ് അതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയ്ക്കുന്നത് ഈ പാർട്ടിയെ തന്നെ അവരൊരു വിഷമഘട്ടത്തിലേക്ക് എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതാണിപ്പം ഇദ്ദേഹവും രാജ്മോഹൻ ഉണ്ണിത്താനും തുറന്നു പറഞ്ഞത്. നമ്മുടെ